ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ക്രിസ്മസിൻ്റെ കഥ കേൾക്കാം. സ്വർഗം ഭൂമിയിൽ വന്ന രാത്രി. ഗലിലിയിലെ നസ്രത്തിൽ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയം എന്ന കന്യക ഉണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് ദൈവത്തിന്റെ സന്ദേശവാഹകനായ ഗബ്രിയേൽ ദൂതൻ ദൈവത്താൽ അയക്കപ്പെട്ടു. ഗബ്രിയേൽ അവളോട് പറഞ്ഞു, ദൈവകൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ. അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ദൂതൻ തുടർന്നു, ഭയപ്പെടേണ്ട മറിയമേ, നീ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ച് മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പിന്നീട് മറിയം തന്റെ ബന്ധുവായ എലിസബത്തിനെ കാണാൻ മലമ്പ്രദേശത്തുള്ള യഹൂദ പട്ടണത്തിലേക്ക് യാത്രയായി. മറിയത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ തുള്ളിച്ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിന്റെ പ്രതിഷ്ഠിതവരനായിരുന്ന ജോസഫ് അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അയാൾ അവളെ പരസ്യമായി അപമാനിക്കാതെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ആലോചിച്ചു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫെ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ദൂതൻ പറഞ്ഞതനുസരിച്ച് ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. ആ കാലത്ത് റോമാ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ തന്റെ രാജ്യത്തിലെ എല്ലാവരും പേരെഴുതിക്കാനായി അതത് ജന്മസ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ഉത്തരവിറക്കി. ജോസഫ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നതുകൊണ്ട് മറിയവുമായി യൂദയായിലെ ബേത്ലഹേം എന്ന പട്ടണത്തിലേക്ക് യാത്രയായി. ബേത്ലഹേമിൽ തിരക്കായതിനാൽ അവർക്ക് താമസിക്കാൻ സത്രങ്ങളിൽ ഇടം ലഭിച്ചില്ല. ഒടുവിൽ അവരൊരു കാലിത്തൊഴുത്തിൽ അഭയം തേടി. അവിടെ വെച്ച് എല്ലാ പ്രതീക്ഷകൾക്കും കാത്തിരിപ്പുകൾക്കും വിരാമമിട്ട് അവൾ തൻ്റെ ആദ്യജാതനെ പ്രസവിച്ചു. ആ രക്ഷകനെ അവൾ തുണികൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. സ്വർഗം ഭൂമിയിലേക്കിറങ്ങി വന്ന ദിവ്യരാത്രി അതായിരുന്നു. അടുത്തുള്ള വയലുകളിൽ ആട്ടിൻകൂട്ടങ്ങളെ കാത്തിരുന്ന ഇടയന്മാർക്ക് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഉടൻ തന്നെ സ്വർഗീയ സൈന്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. ഇടയന്മാർ വേഗത്തിൽ ബേത്ലഹേമിലേക്ക് പോയി. മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു വണങ്ങി. കിഴക്കുദേശത്തുനിന്ന് ജ്ഞാനികളായ 3 പേർ ആകാശത്ത് പുതിയൊരു നക്ഷത്രം ഉദിച്ചത് കണ്ട് രാജാക്കന്മാരുടെ രാജാവിനെ ആരാധിക്കാനായി യാത്രയായി. ആ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി. ഒടുവിൽ അത് ശിശു കിടന്നിരുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു. അവർ വീടിനുള്ളിൽ കടന്നു. ശിശുവിനെ അവന്റെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും കുമ്പിട്ടാരാധിക്കുകയും തുടർന്ന് തങ്ങളുടെ നിക്ഷേപങ്ങൾ തുറന്ന് സ്വർണം, കുന്തുരുക്കം, മീറ എന്നിവ കാഴ്ചവെച്ചു. സ്വർണം യേശുവിന്റെ രാജത്വത്തെയും കുന്തുരുക്കം അവന്റെ ദൈവത്വത്തെയും പൗരോഹിത്യത്തെയും പ്രതിനിധീകരിക്കുന്നു. മീറ അവന്റെ മരണത്തെയും ത്യാഗത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇങ്ങനെ കാലിത്തൊഴുത്തിൽ പിറന്ന രാജാവിനു മുന്നിൽ ലോകം ആദ്യമായി തലകുനിച്ചു. അതാണ് നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്മസ്. കഥ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.